சிறு பார்வை பார்த்திட முடியுமா முடியுமா வலை வீசி வீசி பார்க்கின்றேன் உன் காதல் கிடைக்குமா இஷ்டமான அன்பரே இஷ்டமான அன்பரே ஒரு முறை என்னை நீ பாரடா கஷ்டமாக உள்ளதே கஷ்டமாக உள்ளதே காதலோடு என்னை நீ பாரடா ഇന്നാ മോളെ വെള്ളം കുടിക്കോ? ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പപ്പ ഈ ഫ്രെയിം ഇവിടെ വെക്കണ്ട കേട്ടോ. ആടാ വെക്കണില്ല കേട്ടോ. എന്നാ മോളെ പറ്റിയേ? മോൾ അവനെ പറ്റി ഇവിടെ മിണ്ടുകയേ വേണ്ട, ചിന്തിക്കുകയോ വേണ്ട. ഈ എഡ്വിൻ ആരാ? ഇഷാലെ മിണ്ടാണ്ടിരുന്നേ. ഷടാ ആരാന്ന് അറിയാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? എടാ നിന്റെ അടുത്തല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ. മോളെ ഇതെന്താ എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ എന്താഗ്രഹിച്ചാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുക. അത്രയ്ക്ക് പോലെ എന്നെ ഇഷ്ടമല്ല ആർക്കും. എന്തിനാ ദൈവമേ എൻ്റെ മക്കൾക്ക് മാത്രം ഇങ്ങനൊരു വിധി? എടാ ഞങ്ങൾക്കൊന്നും അറിയില്ലടാ. എഡ്വിൻ മരിച്ചോന്ന് മാത്രം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്, വേറൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ജീവിതത്തിൽ എന്തോരം അനുഭവിക്കാമോ അതിൻ്റെ അറ്റം വരെ എൻ്റെ മക്കൾ അനുഭവിച്ചു. എന്നിട്ടും ഈ ദൈവത്തിനൊന്നും മതിയായില്ലേ? എൻ്റെ 3 മക്കള്. നിങ്ങൾ ഇങ്ങനെ കരയാണ്ട് കാര്യം പറ. എല്ലാ സാറില്ലടാ, കരയണ്ട. നമുക്ക് മാത്രം ഞാനൊരു കാര്യം ചോദിക്കാം. എന്താ ഇഷാലിന് എങ്ങനെ ചേച്ചിനെ അറിയാം? അതെ, എങ്ങനെ അറിയാം? എനിക്കറിയില്ല. നീ ചെന്ന് ചോദിച്ചു നോക്ക. ഞാനോ? പിന്നെ നീയല്ലാണ്ട് എന്റെ കെട്ടിയോനല്ലേ? എന്നാലും നീ തന്നെ ചോദിക്കോ. എന്താ? ഞാനൊരു കാര്യം ചോദിക്കാം. എന്താ? ഇയാൾക്ക് എങ്ങനെ ചേച്ചിനെ അറിയാം? ഒന്നും മിണ്ടാതിരിക്കാമോ? ഇഷിക 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 കേട്ട് കേട്ട് മടുത്തു. கனவே உனை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் ഇനി നീ ഇഷിക എന്നാലും ഇവിടെ പറഞ്ഞോ? ആ ദോഷമോ കാരണം എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു. അവനോടുള്ള ദേഷ്യം ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കാൻ പോകണേ. வாழ்ந்திடுவேனே தீராத துயரத்தில் நானும் காற்றோடேன் கலந்தாய். വെറുതെ വിടാനോ? നീ മരിക്കണം, നീ ഇഞ്ചിഞ്ചായി മരിക്കണം. എങ്ങനെയാണോ അവൻ അവളെ കൊന്നത് അങ്ങനെ തന്നെ നിന്നെ കൊല്ലും. നോക്കിക്കോ. കരയടി, നീ കരയോ? എൻ്റെ കൊച്ചു ഇങ്ങനെ എന്തോരം കരഞ്ഞു കാണുമോ എന്തോ. ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നെ വിട്ടു പോയി. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണം. ഞാനിതൊക്കെ ആരോടാ പറയണ്ടേ? അവൻ അതൊക്കെ ചെയ്യാൻ നിർത്തി നിന്നെ ഒന്ന് ഓർക്കണമായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ആരെന്ത് ചെയ്തു നിങ്ങൾ പറയണത്? ഓ ഇനി നിന്റെ അഭിനയായിരിക്കൂല്ലേ? അറിയാൻ പാടില്ലാത്ത അഭിനയിക്കുമായിരിക്കും ഇനി അല്ലേ? നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോ. എൻ്റെ ഫോൺ എന്തേ? മറ്റേത് ഞാൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ആക്കാം.
അത് ഓർത്തിട്ട് നീ എൻ്റെ മെക്കിട്ട് കയറാൻ വാ. ഓ ഇതെന്നാ വെയിലാ. എടി നമുക്കൊന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരെ പോണം കേട്ടോ. അതെന്തിനാടി? ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ പീരിയഡ്സ് 2 വീക്ക് ലേറ്റ് ആണോ? ആ എടി ഇന്ന് ഇവിടെ ഇരുന്നോ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ആടി ആ എല്ലാവരും ഇരിക്കൂ. എന്നാടി പറഞ്ഞേ? എന്തൊക്കെയോ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരുമ്പോ അറിയാം. എല്ലാവരും ഡോക്ടർ വിളിക്കുന്നുണ്ട്. എന്നോട് ഡോക്ടർ പറഞ്ഞേ അത് ഫുഡിന്റെ ആടി, ഫുഡ് റൊട്ടീൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ആണോ? എന്നാ വാ നമുക്ക് വീട്ടിൽ പോവാം. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അതോടെ വാങ്ങിച്ചിട്ട് പോവാം. ആ പിള്ളേര് വന്നല്ലോ. ലാസ്റ്റ് എക്സാം അല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എന്നാലും എഴുതിയിട്ടുണ്ട്. പപ്പ വിശാലിച്ചാൻ വന്നില്ലേ? ആ അവൻ റൂമിലേക്ക് പോയിടാം. ഇച്ചായ എന്താ? അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തിനു? വല്ല പനി വന്നോ? അത് പിന്നെ ഞാൻ പ്രഗ്നന്റാ. ഓ ഷിറ്റ്, ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ച പോലുമില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ? നിനക്ക് ഈ കൊച്ചിനെ വേണോടി? ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളുടെ കൂടെ കൊച്ചല്ലേ അത്? ഒരു കൊച്ചിനെ വേണ്ടിയൊന്നും അല്ല ഞാൻ നിന്നെ കൂടെ കൊടുത്തത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ വീട്ടിൽ എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് നിങ്ങൾക്ക് ഡിവോഴ്സ് തന്നോളാം. ഡിവോഴ്സോ? നിങ്ങൾ ആ വീട് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ചെയ്യ്, കുറച്ച് സമാധാനം കിട്ടൂല എനിക്ക് ഇനി. അത് നീ അപ്ലോഡ് ആക്കിയ ഭാവി പോകാൻ പോണ നിന്റെ ആക്കിയ നിന്റെ നിന്റെ വീട്ടുകാരുടെ എൻ്റെ വീട്ടുകാരുടെ പിന്നെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കൊച്ചിൻ്റെ അത് നീ ഓർത്തിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ. നിനക്ക് അത്രേ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കുക. എൻ്റെ മാനം പോയാലും എന്താ, നിന്നെപ്പോലെയുള്ള ഞങ്ങളുടെ യഥാർത്ഥ മുഖം ഈ ലോകത്തിന് മുന്നിൽ കാണിക്കാലോ. കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് കീപ്പ് ചെയ്യാം. ഓ എന്നെ സ്നേഹിച്ചതെങ്കിലും വേണ്ട, എന്നെ എന്ത് കാട്ടിയാലും വേണ്ട, എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാണ്ടിരുന്നാൽ മതി. എനിക്ക് വയ്യ എൻ്റെ കൊച്ച് അച്ഛനില്ലാണ്ട് വളരുന്നത് കാണാൻ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ചെയ്തോ, പക്ഷെ എൻ്റെ കുഞ്ഞിനെ മാത്രം വേണ്ടാന്ന് വെക്കല്ലേ. മമ്മി, പപ്പ, ചെറിയമ്മ, ചെറിയച്ച, ഇറുവിനെ, ലിയ എല്ലാവരും വന്ന ഒരു കാര്യം പറയാനുണ്ട്. എന്നാടെ എല്ലാവരെയും വിളിക്കണേ? പറയാം, എല്ലാവരും വരട്ടെ. എല്ലാവരും വന്നു, നീ പറ. എന്നതാടാ ടെൻഷൻ ആക്കുക? ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. ഒന്ന് പെട്ടെന്ന് പറ. അത് പിന്നെ എല്ലാം പ്രഗ്നന്റാ. എന്താ? എന്താ മോനിപ്പോ പറഞ്ഞേ? സത്യാണോടാ? എന്റെ കർത്താവ് നന്ദിയുണ്ട്. മോക്കെന്താ വേണ്ടേ? ഈ ചെറിയ ഉണ്ടാക്കി തരാം. മോക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വരാന്ന. എൽവിനെ എറിച്ച് വാടാ. എല്ലാ പ്ലീസ് കരയല്ലേ. എന്താ മോളെ കരയണേ? എന്തെങ്കിലും വയ്യായ്മ തോന്നുന്നുണ്ടോ? എന്നാ വാ നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, സന്തോഷം കൊണ്ട് കരഞ്ഞതാ. എനിക്ക് നല്ല തലവേദന എടുക്കണ്ട്, ഞാൻ പോയി കിടക്കാൻ പോവാ. അവൾ ഓക്കെ ആണോ? സംശയമുണ്ട്. ഓ ഞാനൊരു മാമനാകാൻ പോവാ. അതെ, ഞാനൊരു മാമിയും. എന്നാ ഞാൻ അവളുടെ അടുത്തേക്ക് പോവാ. ആടാ ചെല്ലോ. നിങ്ങൾ കാരണം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇനി അത് കൂടി ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾ എന്താ ചെയ്തെന്ന്? അവൻ അവളോട് കാണിച്ചതിന്റെ 10-1 പോലും അല്ല ഇത്. ആരെന്ത് കാണിച്ചു നിങ്ങൾ പറയണേ? ചുമ പൊട്ടിയായി അഭിനയിക്കല്ലേ. എനിക്കറിയില്ല ഒന്നും. ഡാ
சிறு